ഹലോ, ഇന്നത്തെ നമ്മളെ ലാസ്റ്റ് ഇട്ട വീഡിയോയുടെ ബാക്കിയാണ്. അപ്പൂസിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷനാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഇട്ട വീഡിയോയിൽ കേക്കൊക്കെ പകുതി ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ മേക്കിംഗ് വീഡിയോ ഫുള്ളായിട്ട് എടുക്കണമെന്ന് ഞാൻ കരുതിയതാണ്. പക്ഷേ വിചാരിച്ച പോലെ ഒന്നും നടന്നില്ല. നല്ല ബിസി ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു ലൊക്കേഷനിൽ എത്താൻ തന്നെ കുറേ സമയം എടുത്തു. നോർമലി നമ്മളൊരു 20 മിനിറ്റ്സിലൊക്കെ എത്തുന്നതാണ്. അന്ന് പക്ഷേ ഒരു 50 മിനിറ്റോളം സമയം എടുത്തു. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നല്ല ട്രാഫിക് ആയിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ എത്തിയപ്പോഴേക്ക് നമ്മുടെ കുറച്ച് ഗസ്റ്റൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് നമ്മളെല്ലാവരും കൂടി ചേർന്നിട്ട് ചെറിയൊരു ഡെക്കറേഷനൊക്കെ ചെയ്തു. വലിയ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സമയം അധികം ഇല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുറച്ച് ബലൂൺസൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് അങ്ങനെ നമ്മുടെ ഡെക്കറേഷൻ കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ താഴെ പോയിട്ട് കേക്ക് എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ ഇതൊരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. അബുദാബി മുസഫയിലുള്ള റോയൽ സ്പൈസ് എന്ന് പറയുന്ന റെസ്റ്റോറൻ്റ് ആണ്. അവരുടെ പാർട്ടി ഹാളിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സെലിബ്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ വന്ന വഴിക്ക് തന്നെ കേക്ക് താഴെ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് സമയം എടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ താഴെ വെച്ചിട്ടാണ് പോന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ എല്ലാം ഒന്ന് റെഡിയാക്കിയതിന് ശേഷമാണ് കേക്ക് എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു കേക്ക് ലംബോർഗിനി തീമിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്രഷ് പൈനാപ്പിളും പിസ്താഷ്യുമാണ് കേക്കിൻ്റെ ഫ്ലേവേഴ്സ് വരുന്നത്. അപ്പോൾ ഈ ഒരു കേക്കിന് വേണ്ടിയിട്ട് നമ്മൾ ലംബോർഗിനി കാർ കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ കിട്ടിയിരുന്നില്ല. നമുക്ക് കിട്ടിയിരുന്നത് ഒരു ഓറഞ്ച് കളർ കാറാണ്. നമ്മുടെ കേക്കിൻ്റെ സൈസിന് മാച്ചായിട്ടുള്ള റെഡ് കളർ കാറൊന്നും അവൈലബിൾ അല്ലായിരുന്നു. അപ്പോൾ അതിന് പകരമായിട്ട് വേറൊരു കാറാണ് നമ്മൾ കേക്കിൻ്റെ ടോപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കേക്കൊക്കെ നമ്മളെല്ലാവരും കൂടി ചേർന്നിട്ടൊന്ന് കട്ട് ചെയ്തു. ഇതൊക്കെ അപ്പൂൻ്റെ ഫ്രണ്ട്സാണ്. ഈ ഒരു ഫംഗ്ഷന് നമ്മുടെ ഒരു ഫാമിലി മിസ്സിംഗ് ആണ്. നമ്മുടെ എല്ലാ ഫംഗ്ഷനും സാധാരണ അവരുള്ളതാണ്. അന്നൊരു എമർജൻസി ഉണ്ടായിരുന്നതുകൊണ്ട് അവർക്ക് വരാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിച്ചു. ഇനി നമുക്ക് ഫുഡിലേക്കാണല്ലോ. അപ്പോൾ നമ്മൾ ചെറിയൊരു ബുഫേ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അധികം ആൾക്കാരില്ലായിരുന്നു, ഒരു 10-20 പേർക്ക് വേണ്ടിയിട്ടുള്ള ബുഫേ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഐറ്റംസാണ് ഇതൊക്കെ. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ ഒന്ന് സെർവ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആദ്യം തന്നെ പിള്ളേർക്കുള്ള ഫുഡൊക്കെ കൊടുത്ത് അവരെ ഒന്ന് സെറ്റാക്കാമെന്ന് കരുതിയിട്ട് അവർക്കുള്ള ഫുഡൊക്കെ ആദ്യം തന്നെ കൊടുത്തു. അതിന് ശേഷമാണ് ഞങ്ങൾ കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. പിന്നെ പിള്ളേരുടെ വക ചെറിയ കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും ഇവിടുത്തെ ബിസി ലൈഫിൽ ഇങ്ങനെയുള്ള ബർത്ത്ഡേ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് എല്ലാവരെയും ഒന്ന് മീറ്റ് ചെയ്യാനും സംസാരിക്കാനും ഒക്കെ പറ്റുന്നത്. അങ്ങനെ ഞങ്ങൾ കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ ബർത്ത്ഡേ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ അന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.